സഹോദരന്മാര് എഴുതിയ സങ്കീർത്തനമാണ് 42-ാം സങ്കീർത്തനം. നമ്മൾ നേരത്തെ ഈ സഹോദരന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പിതാക്കന്മാര് ക്രിസ്ത്യൻ ചെയ്തപ്പോഴും അവരുടെ കൂടെ നിൽക്കാതെ ഓടിപ്പോയി നെപ്പോയുടെ പ്രാകാരങ്ങൾ അഭയം പ്രാപിച്ചു. സങ്കീർത്തനം വായിക്കുമ്പോൾ തന്നെ ഒരു വ്യത്യാസമുണ്ട്. മറ്റ് സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണ്. 74 സങ്കീർത്തനം ദാവീദ് എഴുതിയിട്ടുണ്ട്. ബാക്കി കുറച്ച് സങ്കീർത്തനം ഓരോ പുത്രന്മാർ എഴുതി അവരുടെ വ്യത്യാസമുള്ള സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തില് ഇവിടെ നമുക്ക് കാണുന്നത് കുറെ പുത്രന്മാർ അനേകം ചോദ്യങ്ങൾ ഈ സങ്കീർത്തനത്തില് ദൈവത്തോട് ചോദിക്കുന്നു. അതായത് ഒരു വിഷാദത്തിന്റെ അവസ്ഥയാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് നമുക്ക് നോക്കാം. 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തോട് ഓരോ പുത്രന്മാർ ചോദിക്കുകയാണ്, ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുകൊണ്ട് എന്ന് ഞാൻ ഒരു പാറയായ ദൈവത്തോട് പറയുന്നു. 10 വായിക്കാണെങ്കിൽ നിന്റെ ദൈവം എവിടെയെന്ന് ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കുമ്പോൾ എന്നെ നിന്ദിക്കുന്നു. ഇവിടെ നോക്കുമ്പോൾ ദൈവത്തോട് ഓരോ പുത്രന്മാർ ചോദിക്കുകയാണ്. ഒരു വിഷാദത്തിന്റെ അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് ഇത് എന്നെ മറന്നത്? എന്തുകൊണ്ട് ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നത് എന്തുകൊണ്ട് എന്നിങ്ങനെ ചോദിക്കുന്നു. അതായത് പ്രശ്നങ്ങൾ ദൈവദാസന്മാരുടെയും എല്ലാവർക്കും ഓണായിട്ടുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതമല്ല ഇത്. നമുക്ക് ഈ സങ്കീർത്തനം ഞാൻ പറഞ്ഞതുപോലെ 74 സങ്കീർത്തനം ദാവീദ് എഴുതിയിട്ടുണ്ട്. 150 സങ്കീർത്തനം. അത് എഴുതുവാനുള്ള പല കാരണങ്ങളും ദാവീദിന്റെ ഈ ഒരു ദുഃഖകരമായ അവസ്ഥയിൽ നിന്നാണ് ഈ സങ്കീർത്തനം. നമുക്കല്ലെങ്കിൽ സങ്കീർത്തനം കിട്ടത്തില്ല. ഇങ്ങനത്തെ എല്ലാവരും സന്തോഷത്തിന്റെ അവസ്ഥയായിരുന്നു ദാവീദിന് അല്ലെങ്കിൽ പല പുത്രന്മാർക്കെങ്കിൽ നമുക്ക് ഈ സങ്കീർത്തനം കിട്ടത്തില്ല. അതുകൊണ്ടാണ് 3-ാം സങ്കീർത്തനം തുറന്നു തന്നെ 3-ാം സങ്കീർത്തനം തന്നെ പറഞ്ഞിരിക്കുന്നത് അബ്ശലോമിൽ നിന്ന് ഒളിച്ചോടുന്ന ദാവീദ് എഴുതിയ സങ്കീർത്തനം. സോ അത് ഈ ഒരു അവസ്ഥയാണ് ഇവിടെ ഓരോ പുത്രന്മാരുടെ ജീവിതത്തിലും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥ അനേകം വിശ്വാസികളായ ദൈവമക്കളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഒന്ന് നമുക്ക് നോക്കുമ്പോൾ ഏലിയാവ് സ്വർഗത്തിൽ നിന്ന് തീർന്ന ഒരു പ്രവാചകനാണ്. ഒറ്റയ്ക്ക് രാജാവിനെ വന്ന് വെല്ലുവിളിച്ചൊരു വലിയ പ്രവാചകൻ. ബാലിന്റെ പ്രവാചകന്മാരെ എല്ലാം ഒറ്റയ്ക്ക് കൊന്നൊടുക്കിയതാണ്. എങ്കിലും എപ്പോഴാ എലീജ എപ്പോഴാ ദുഃഖിതനായിട്ടിരുന്നതെന്ന് നമുക്ക് വായിച്ചു നോക്കിയാല് തന്റെ തല അടുത്ത ദിവസം ഈ നേരത്തെ അറക്കുമെന്ന് ദാവീദ് അപ്പോഴും പറഞ്ഞിട്ടുണ്ട്. രാജാവ് പറഞ്ഞപ്പോ ഏലിയാവ് അന്ന് വിഷാദത്തിലായി നമുക്ക് വായിക്കാം. 1 രാജാക്കന്മാർ 19:4 അതിൽ പറഞ്ഞിരിക്കുന്നത് ചൂരച്ചെടിയുടെ തണലിൽ ഒരു ദിവസത്തെ വഴി ചെന്നേ ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പൊ മതി, ദൈവമേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറയുന്നു. അപ്പോഴ് എലിയാവിന്റെ ജീവിതത്തിലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ കാലത്ത് പറയുമ്പോൾ നമുക്ക് ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ, അതായത് നമുക്കെല്ലാം മതി ദൈവമേ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനം ഈ 42-ാം സങ്കീർത്തനം വായിച്ചാല് അതിനകത്ത് 5 മെഡിസിൻ ദൈവം തരുന്നുണ്ട്. ഒരാളുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ യോഹന്നാന് യേശുവിന്റെ ജനനം മുന്നേ തന്നെ യേശുവിന്റെ ജനനത്തെ കുറിച്ച് സാക്ഷീകരിച്ച ഒരാളാണ്. അങ്ങനത്തെ ഒരാൾക്ക് പോലും ഈ ഒരു അവസ്ഥ, അതായത് മത്തായി 11-ന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വരുവാനുള്ളത് നീയോ, ഞങ്ങൾ മറ്റൊരുത്തരെ കാത്തിരിക്കുന്നു എന്ന് അവനോട് ചോദിച്ചു. അതായത് യേശു ഉണ്ടായി കാരാഗ്രഹത്തിലായിരുന്നു, പിടിവിപ്പാനില്ലാത്തപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ യോഹന്നാൻ ചോദിക്കുകയാണ്. അപ്പോഴും യേശു ബലപ്പെടുത്തി ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് യോഹന്നാന്റെ ജീവിതത്തിൽ പോലും ഉണ്ടായിരിക്കുന്നത്. ഇനി പൗലോസിന്റെ ജീവിതം പരിശോധിക്കുമ്പോഴും ഇതുപോലത്തെ ഒരു ഡിപ്രഷൻ പൗലോസിനും ഉണ്ടായി. അതായത് ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം 2 കൊരിന്ത്യർ 1:8 വായിക്കുമ്പോൾ സഹോദരന്മാരെ ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയിപ്പാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, ജീവനോട് ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറും
ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യാവശ്യം ഭാരപ്പെട്ടു. അങ്ങനത്തെ അവസ്ഥ, അതായത് ദൈവദാസന്മാരുടെ ജീവിതത്തിലും അത്ര വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരുടെ ജീവിതത്തിൽ പോലും ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാവും. അപ്പോഴ് നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ അധ്യായം 42-ാം സങ്കീർത്തനത്തിനകത്ത് 5 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വരുന്ന അതായത് അവസ്ഥയിൽ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്ന 42-ാം സങ്കീർത്തനം നമ്മുടെ വായിച്ച സങ്കീർത്തനത്തിന്റെ 5-ാം അധ്യായത്തില് പറയുന്നുണ്ട്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവരുടെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നതിനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഒന്നാമത്തെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ പ്രത്യാശ. അതാണ് ഏറ്റവും ആദ്യത്തെ ചെയ്യുന്നത്. വിഷാദിച്ച് ഉള്ളിൽ നിറങ്ങേണ്ട ആ അവസ്ഥ വരുമ്പോഴാണ് ദൈവത്തിൽ പ്രത്യാശ. രണ്ടാമത്തെ അതിനകത്ത് തന്നെ പറഞ്ഞിട്ട് എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഇടവിടാതെയുള്ള സ്തുതി. രണ്ടാമത്തെ ഇടവിടാതെ സ്തുതിക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ഇടവിടാതെ സ്തുതിക്കുക. ഇനി മൂന്നാമത്തെ ഒറ്റമൂലി എന്ന് പറഞ്ഞാല് 42-ന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, ദൈവമേ എന്റെ ആത്മാവ് എന്നെ വിഷാദിച്ചിരിക്കുന്നു, അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിൽ വെച്ച് ഞാൻ എന്നെ ഓർക്കുന്നു. അതായത് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും 3 ടൈപ്പ് ഓഫ് കാലാവസ്ഥ, 3 ടൈപ്പ് ഓഫ് ട്രോപ്പിക് അവിടെ കാണുന്നുണ്ട്. അതായത് ഒന്ന് യോർദാൻ നദി, നേരത്തെ വന്ന ഫാസ്റ്റ് പറഞ്ഞ പോലെ യോർദാനിനകത്ത് കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷേ അതൊരു വെള്ളത്തിന്റെ സൈഡിലുള്ള അവസ്ഥ. ഹെർമോൻ എന്ന് പറഞ്ഞാൽ പർവ്വതമാണ്, ഉയരം കൂടിയ അവസ്ഥ. മിസാർ മല എന്ന് പറഞ്ഞാൽ ഒരു താഴ്വര പോലത്തെ അവസ്ഥ. അതായത് ഞാൻ ഏത് അവസ്ഥയിലായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവത്തെ ഓർക്കുക. അതുകൊണ്ട് ഞാൻ നിന്നെ ഓർക്കുന്നു, എല്ലാ പ്രദേശത്തും ദൈവത്തെ ഓർക്കുക, ഏത് അവസ്ഥയിലും ദൈവത്തെ ഓർക്കുക. 4-ാമത്തെ ഒറ്റമൂലി എന്ന് പറഞ്ഞാല് 42-ന്റെ 8-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യഹോവ പകൽ നേരത്ത് തന്റെ ദയ കൽപ്പിക്കും, രാത്രി സമയത്ത് ഞാൻ അവനെ പാട്ടുപാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. അതായത് രാത്രിയില്, അതായത് ഇങ്ങനെ അവസ്ഥ വരുമ്പോൾ നമുക്ക് രാത്രിയില് ഉറങ്ങാൻ സാധിക്കാത്തൊരവസ്ഥ, ആ അവസ്ഥയില് ഏകാന്തമായിട്ട് ഇരിക്കുമ്പോഴും അങ്ങനത്തെ അവസ്ഥയിലാണ് നമുക്ക് അവനെ പാട്ടുപാടി സ്തുതിക്കുക എന്നുള്ളത്. പാട്ടുപാടുക, പിന്നെ ദൈവത്തോടുള്ള പ്രാർത്ഥന. അടുത്ത വാക്യത്തിൽ അത് തന്നെ പറയുന്നത് 9-ാം അധ്യായത്തിൽ, നീ എന്നെ മറന്നതെന്ത്, ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതെന്ത്, ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയും. നമ്മുടെ ഏതവസ്ഥ അത് ദൈവത്തോട് പകരുക, അതാണ് പ്രാർത്ഥന. അതായത് നമ്മുടെ ഉള്ളിൽ ഏതവസ്ഥയായിരുന്നു അത് ദൈവത്തോട് പകരുക, അതായത് പ്രാർത്ഥനയിലൂടെ. അതായത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ഇടവിടാതെ സ്തുതിക്കുക, ദൈവത്തെ ഏത് സാഹചര്യത്തിൽ ഓർക്കുക, ഏകാന്തതയിലും പാടുക, ദൈവത്തോട് ഉള്ളത്തെ പകരുക. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴും ഈ അവസ്ഥ, ഈ ഒറ്റമൂലികളൊക്കെയും നമ്മുടെ മനസ്സിലുണ്ടായിട്ട് നമ്മുടെ ഈ അവസ്ഥകളെ ഓവർകം ചെയ്യുവാൻ ഒരു മെഡിസിനൊന്നും കഴിക്കണ്ട. നമ്മുടെ ദൈവം അതിശക്തനായ ദൈവമാക്കിയാൽ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇത് അറിയുവാൻ ദൈവം സഹായിക്കട്ടെ.